നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചന്ദ്രദർശന ദിവസം, അതായത് അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ദിവസം മൂന്നാം പിറ ദർശനം അല്ലെങ്കിൽ ചന്ദ്രദർശനം എന്നാണ് പറയപ്പെടുന്നത്. ഈ ദിവസത്തിൽ ചന്ദ്രഭഗവാനെ നോക്കി നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും. ചന്ദ്രഭഗവാനെ മനോകാരകൻ എന്നാണ് പറയപ്പെടുന്നത്. ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ചു വന്നാൽ നമുക്ക് നല്ല ബുദ്ധി കൂർമ്മയും അതുപോലെ തന്നെ നമുക്ക് തെളിഞ്ഞതായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കുവാൻ സാധിക്കും. അതായത് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ വിജയത്തിലേക്ക് എത്തുവാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. പലരും പല സന്ദർഭങ്ങളിലും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എടുത്ത തെറ്റായ തീരുമാനങ്ങളാണ് എന്നാണ് പറയുന്നത്. കാരണം എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കണമെന്ന് വരില്ല. പക്ഷേ ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന മൂന്നാം ദിവസത്തിൽ മൂന്നാം പിറ ദർശനം നടത്തി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി എടുക്കുവാൻ സാധിക്കും. ആദ്യം പഞ്ചാംഗ പ്രകാരം ഇന്ന് ചന്ദ്രദർശനം നടത്തേണ്ട സമയം ഏതാണ് എന്ന് കാണാം. അതായത് ചന്ദ്രഭഗവാനെ നമുക്ക് ദർശനം ചെയ്യുവാൻ സാധിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം 6:31-നും 7:10-നും ഇടയിലുള്ള സമയത്തിലാണ് ചന്ദ്രദർശനം നമുക്ക് നടത്താൻ സാധിക്കുന്നത്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും മഴ ആയതു കാരണം തന്നെ ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. എങ്കിലും നമുക്ക് ഇന്ന് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ കൈകളിൽ ഈ ചെറിയ സാധനങ്ങൾ മാത്രം വെച്ച് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മുടെ കൈകളിലുള്ള ആ സാധനങ്ങൾ നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പണത്തടസ്സങ്ങൾ മാറിക്കിട്ടുകയും നമ്മൾ ഏതു കാര്യങ്ങളാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ശിവഭഗവാനെയും ചന്ദ്രചൂടൻ എന്നുള്ള ഒരു നാമകരണം കൂടി ശിവഭഗവാന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കഴിയുന്നതും ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ വീട്ടിൽ ദീപം തെളിയിച്ച് ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക. ശിവ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. അതുപോലെ തന്നെ നമുക്ക് ഏത് മന്ത്രമാണോ ശിവഭഗവാന്റെ അറിയുന്നത് ആ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും മാനസികപരമായി നമ്മൾ തളർന്നു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ തളർച്ചകളിൽ നിന്നെല്ലാം മോചനം നേടുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച തലത്തിലേക്ക് എത്തിച്ചേരുവാനും ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ വഴിപാടിലൂടെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ആ വഴിപാട് എന്ന് കാണാം. മാത്രമല്ല ഇന്ന് പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചു പോയി പുലവാലായ്മയുണ്ട് എന്ന് പറയുന്നവർക്കും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. പൂജാമുറിയിൽ ഒന്നും കയറാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ എവിടെയാണോ ചന്ദ്രഭഗവാനെ ദർശനം സാധാരണ സമയത്ത് ചെയ്യുന്നത് ആ സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലിയാൽ മതിയാകുന്നതാണ്. ഇനി പൂജാമുറിയിൽ കയറാൻ സാധിക്കുമെന്നുള്ളവർ പൂജാമുറിയിൽ ചെന്ന് ദീപം തെളിയിച്ച് അതിനുശേഷം മാത്രം ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ്. ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് കുറച്ച് പച്ചരിയാണ് ആവശ്യം. പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന് അനുയോജ്യമായ ധാന്യമായതിനാൽ തന്നെ നമുക്ക് 1 സ്പൂൺ അളവിന് പച്ചരി നമ്മുടെ വലതു കൈകളിൽ പിടിക്കാവുന്നതാണ്. ചന്ദ്രഭഗവാന് അനുയോജ്യമായ നമ്പർ എന്ന് പറയുന്നത് 2 അതിനാൽ നമുക്ക് 2 രൂപ നാണയം ഒന്ന് എടുക്കാവുന്നതാണ്. ഇങ്ങനെ പച്ചരി 2 രൂപ നാണയം എടുത്തു. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുങ്കുമവും ഇടാവുന്നതാണ്. ഇതിനോടൊപ്പം 1 കഷ്ണം പച്ചക്കർപ്പൂരം, 1 ഏലയ്ക്ക, 1 ഗ്രാമ്പു എന്നിവ നമ്മുടെ കൈകളിൽ വെക്കാവുന്നതാണ്. നമ്മുടെ കൈകളിൽ അടക്കി പിടിക്കാവുന്ന അത്രയും മാത്രം സാധനങ്ങൾ എടുത്താൽ മതി. പച്ചരി വളരെ കുറച്ച് എടുത്താൽ മതിയാകുന്നതാണ്. ഇങ്ങനെ ഇത് നമ്മളുടെ വലതു കൈകളിൽ പിടിച്ച് കൈകൾ അടച്ചു പിടിച്ചുകൊണ്ട് പടിഞ്ഞാറ് ദിശയിലാണ് ഇന്ന് മൂന്നാം പിറ ദർശനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ പടിഞ്ഞാറ് ദിശ നോക്കി നിന്നുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം ചന്ദ്രചൂടായ നമഃ, ഓം ചന്ദ്രചൂടായ നമഃ, ഓം ചന്ദ്രചൂടായ നമ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ്. 21 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാം. അതല്ലെങ്കിൽ ഓം ചന്ദ്രമൗലീശ്വരായ നമ, ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം നമുക്ക് 21 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഇങ്ങനെ 21 പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ്
കണ്ണുകൾ തുറന്നുകൊണ്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിരിക്കുന്ന ആ സാധനങ്ങളിലേക്ക് നോക്കി അതിനെ ഒരു തുണിയിൽ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് കവറിൽ ഇട്ടുകൊണ്ടോ നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഹാൻഡ് ബാഗുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ക്യാഷ് ബോക്സുകളിൽ നമുക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് എപ്പോഴാണ് മാറ്റേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അടുത്ത ചന്ദ്രദർശന സമയത്ത് നമുക്ക് ഇത് കാൽപ്പെടാത്ത സ്ഥലത്തിടാം. ഈ 2 രൂപ നാണയം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയെല്ലാം തന്നെ കാൽപ്പെടാത്ത സ്ഥലത്തിടുകയോ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയോ ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്ത ചന്ദ്രദർശന സമയത്ത് ഇതേ താന്ത്രിക രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൂജാമുറിയിൽ ദീപം തെളിയിച്ചതിനു ശേഷമാണ് ഈ താന്ത്രികം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഈ താന്ത്രികം ചെയ്ത് വീണ്ടും പൂജാമുറിയിൽ കയറി ചെന്ന് നമ്മുടെ ദീപത്തിൻ്റെ മുൻപിൽ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പൊതിഞ്ഞ് ഈ സാധനം പൂജാമുറിയിലെ ദീപത്തിനു താഴെ വെച്ച് വീണ്ടും അവിടെ ഇരുന്നു കൊണ്ട് ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം 108 തവണ ചൊല്ലിയതിനു ശേഷം ഇതെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ക്യാഷ് ബോക്സിലോ ഹാൻഡ് ബാഗുകളിലോ അല്ലെങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ എടുത്ത് വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ മണി ബ്ലോക്കേജുകളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള പണങ്ങൾ തടസ്സമില്ലാതെ വന്നു ചേരുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പണക്കഷ്ടങ്ങൾ ഇല്ലാതാകുവാനും നമ്മുടെ കൈകളിൽ നിന്നും പണം കടമായി വാങ്ങിയിട്ട് ഇതുവരെയും തിരിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് അവർ വാങ്ങിയ തുക പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് തിരികെ എത്തിക്കുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത താന്ത്രികമാണ്. ആർക്കു വേണമെങ്കിലും ഈ താന്ത്രിക രീതി പ്രയോജനപ്പെടുത്താവുന്നതാണ്. കഴിവതും പൂജാമുറികളിൽ ഇരുന്നു കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സാധിക്കാത്തവർ മാത്രം പൂജാമുറിയിൽ കയറാതെ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ കൈവെള്ളയിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം. ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യാൻ സാധിക്കുന്നവരും ഈ രീതി തുടരാം. ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും കൂടി മനസ്സിൽ ചന്ദ്രദർശനം നടത്തിക്കൊണ്ട് സങ്കല്പ ചന്ദ്രദർശന പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്ത് നമ്മുടെ ക്യാഷ് ബോക്സിൽ ഈ ഒരു കിഴിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ഇട്ട് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. ഈ 3-ാം പിറ എന്ന് പറയുന്നത് ഓരോ ദിവസങ്ങളിൽ വരുമ്പോൾ ഓരോ പ്രത്യേകതകളാണ് ഉള്ളത്. തിങ്കളാഴ്ചയാണ് ഈ 3-ാം പിറ വരുന്നത് എങ്കിൽ മംഗള ചന്ദ്രദർശനം എന്നും, അതുപോലെ തന്നെ ബുധനാഴ്ച, ബുധൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച എന്ന് പറയുന്നത്. ഈ ദിവസം ചെയ്യുന്ന വഴിപാടുകൾക്ക് അനേകായിരം ഫലങ്ങളാണ് ഉള്ളത്. പൊന്നും പൊരുളും തേടിയെത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിന് അനുയോജ്യമായ ദിവസം കൂടി ആയതിനാൽ തന്നെ സാമ്പത്തികപരമായ തടസ്സങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനും സമ്പത്ത് നമ്മളെ വന്നു ചേരുവാനും നമുക്ക് ചന്ദ്രഭഗവാന്റെയും ശിവഭഗവാന്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം തേടിയെത്തുവാനും സഹായിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇനി ഒരു പക്ഷേ ഞാൻ പറഞ്ഞ ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഈ പ്രാർത്ഥന ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേയെങ്കിലും നമ്മുടെ കൈകളിൽ ഞാൻ പറഞ്ഞ ഈ സാധനങ്ങൾ എടുത്ത് നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ കിടക്കുന്ന മുറിയിൽ താഴെ ഇരുന്നു കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മന്ത്രം 21 പ്രാവശ്യമോ അല്ലെങ്കിൽ 27 പ്രാവശ്യമോ ചൊല്ലിക്കൊണ്ട് ഇതുപോലെ ഒരു കിഴി രൂപത്തിലാക്കി ഇത് നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. ഇന്ന് പക്ഷേ നിങ്ങൾ ഇത് മറക്കാതെ ചെയ്യേണ്ടത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കും. പുതിയ സ്വർണ്ണങ്ങൾ വാങ്ങിച്ചു ചേർത്തുവാൻ ഈ താന്ത്രികം ചെയ്യുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ കടം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാനും ഈ ഒരൊറ്റ താന്ത്രികം ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും. ഇനി ഒരു പക്ഷേ ഇന്ന് മുഴുവനായിട്ടും നമുക്കിത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നവർക്ക് കൂടി അടുത്ത ചന്ദ്രദർശന സമയത്ത് നമുക്ക് ഇതേ താന്ത്രികം ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് മുഴുനിലാവായിട്ടുള്ള പൗർണമി ദിവസങ്ങളിലും ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക, തീർച്ചയായും നമുക്ക് ഫലം തേടിയെത്തുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള താന്ത്രികങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.